ജപ്പാനിൽ ഇക്കിഗൈ എന്നൊരു വാക്കുണ്ട്. രാവിലെ ഉറങ്ങി എണീക്കുവാൻ നിങ്ങൾക്കൊരു കാരണം വേണം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഉറക്കമുണരില്ല എന്നാണ് ആ വാക്കിനർത്ഥം. സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ മൂന്നാം ഏകദിനം കളിക്കാനിറങ്ങിയ ഇന്ത്യൻ നിരയിലെ 45 നമ്പർ ജേഴ്സി ധരിച്ച ഓപ്പണിംഗ് ബാറ്റർക്ക് അന്നുറക്കമുണരുവാൻ കഴിഞ്ഞ കളിയിൽ അവസാന നിമിഷം കൈവിട്ടുപോയ സെഞ്ചുറി ഇക്രി പൂർത്തീകരിക്കണം എന്ന കാരണമുണ്ടായിരുന്നു. 18 നമ്പർ ജേഴ്സി ധരിച്ച ബാറ്റർക്ക് ഈ ഫോർമാറ്റിൽ ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ചവൻ താനാണെന്നൊരിക്കൽ കൂടി കാണികളുടെ മുന്നിൽ തെളിയിക്കുവാൻ മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ച് മതിയാകൂ എന്ന കാരണവും. പുതിയ പിള്ളേര് പിറകെ നിൽപ്പുണ്ട്, ഇനി നിങ്ങളുടെ സേവനമൊന്നും ടീമിന് വേണ്ട, വിരമിച്ചു പോകുന്നതാകും നല്ലതെന്ന ഉപദേശവും താക്കീതുമായി നിൽക്കുന്ന സെലക്ടർമാരുടെയും കോച്ചിന്റെയും മുമ്പിൽ തങ്ങൾ എന്താണെന്നും ഗ്രൗണ്ടിൽ കിങ് എന്ന പേരും ഹിറ്റ്മാൻ എന്ന വിശേഷണവും എങ്ങനെ ഞങ്ങളുടെ പേരിന്റെ കൂടെ വന്നു ചേർന്നുവെന്നും വീണ്ടൊരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ്. അതെ, റോക്കോ യുദ്ധം. ഒരാൾ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പട്ടവും ചൂടിക്കൊണ്ടാണ് ആ മണ്ണിൽ നിന്നും മടങ്ങുന്നത്. മറ്റൊരാൾ ഏകദിന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയവരുടെ പട്ടികയിൽ കുമാർ സംഗകാരയെ 3-ാം സ്ഥാനത്തേക്ക് വകഞ്ഞു മാറ്റി 2-ാം സ്ഥാനത്തേക്ക് കയറി നിന്നുകൊണ്ടു. ഇത്രയും സന്തോഷം തന്ന ഒരു വിജയം ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ വിജയമാണ് അതിന് കാരണമെന്ന് 100% പറയാനുമാകില്ല. അതിനു കാരണം ഈ 2 മുതലുകളാണ്. കഴിഞ്ഞൊരു 10-18 വർഷകാലമായി ഇവരെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത്, ഇവരെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഈ ഒരു മത്സരം എങ്ങനെയാണ് സ്പെഷ്യൽ അല്ലാതെ പോകുന്നത്? സീരീസ് തോറ്റുപോയെങ്കിലും ഈ സീരീസ് ഓർമ്മിപ്പിക്കാൻ ഈ ഒരൊറ്റ മൊമെന്റ് മതി. അതെ, പറയുമ്പോൾ യുവതാരങ്ങൾ ഒരുപാടുണ്ട്. അവർ ഇന്ത്യൻ ടീം അടക്കി ഭരിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അവരെല്ലാം ഇപ്പോൾ എവിടെ പോയി? നിങ്ങൾ പോസ്റ്റർ ബോയ് ആക്കി വെച്ച നായകൻ എവിടെ പോയി? ഇന്ത്യയെ ജയിപ്പിക്കാൻ നിങ്ങൾ വിരമിക്കണമെന്ന് പറഞ്ഞ ആ 37-കാരനും 38-കാരനും തന്നെ വേണ്ടി വന്നില്ലേ ഈ മത്സരം വിജയിക്കാൻ? ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരങ്ങൾ തന്നെയാണ് ഈ 2 പേരും. അത് കുറെ വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇനി കുറച്ച് വർഷങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അവർക്ക് ഫോമുള്ള കാലത്തോളം വരെ വിരമിക്കില്ലെന്നൊക്കെ പറഞ്ഞ് സ്വയം വില കളയാതെ ഇരിക്കും. 2027 ലോകകപ്പ് അവർ നേടുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കും. ഇന്ത്യൻ ടീമിനും ആരാധകരായ ഞങ്ങൾക്കും ഇവർക്കും ഇത്രമാത്രമാണ് വേണ്ടത്. ഇതിനു മനോഹരമായി എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്ക് വേണ്ടത്? ഒരുപാട് വിമർശനങ്ങൾ കേട്ട, ഒരുപാട് അനീതികൾ നേരിട്ട ഇന്ത്യൻ ടീമിന്റെ തലപ്പത്തിരിക്കുന്ന 2 പേർ. ഇവർക്ക് 2 പേർക്കുമെതിരെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വന്ന വിമർശനങ്ങൾ കുറച്ചൊന്നുമല്ലായിരുന്നു. രോഹിത് ശർമ്മയെ ഫിറ്റ്നസിന്റെ പേരും പറഞ്ഞ് കളിയാക്കി. വിരാട് കോഹ്ലിയാണെങ്കിൽ ഓസ്ട്രേലിയയിലെ ആദ്യ 2 ഇന്നിംഗ്സുകളും ഡെക്കായി മടങ്ങി. ഇരുവരും വിരമിച്ചു പോകണമെന്ന് മുറവിളികൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 2 പേരും അവരുടേതായ മറുപടികൾ കൊടുത്തുകൊണ്ട് തങ്ങളുടെ ഓസ്ട്രേലിയയിലെ അവസാന മത്സരത്തിൽ നിറഞ്ഞു കളിച്ചു. ഒരാൾ 50 നേടിയപ്പോൾ മറ്റൊരാൾ സെഞ്ചുറി നേടി. ഒരുമിച്ച് 150 റൺസിന്റെ പാർട്ണർഷിപ്പും അവർ നേടി. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകന് ഇതിനു മുകളിൽ മറ്റെന്താണ് വേണ്ടത്? തങ്ങളേറെ ആരാധിക്കുന്ന 2 താരങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എതിരാളികളെയും വിമർശകരെയും വെട്ടിവീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അതിസുന്ദരമായ കാഴ്ച. അന്ന് സച്ചിനോട് നിങ്ങളുടെ റെക്കോർഡുകൾ ആര് തകർക്കുമെന്ന ചോദ്യത്തിന് ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ സച്ചിൻ പറഞ്ഞ ഉത്തരമാണ് രോഹിതും കോഹ്ലിയും. കാലം അയാളുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇന്ന് 2025-ൽ ഒരു 2013 മുതൽ 19 വരെയുള്ള കാലഘട്ടം ഓർമ്മിപ്പിച്ച റോക്കോയുടെ പാർട്ണർഷിപ്പ്. പവർ പ്ലേ കഴിഞ്ഞ് സെഞ്ചുറി ലക്ഷ്യം വെച്ച് വരുന്ന രോഹിത്, അയാൾക്കൊപ്പം ചേരുന്ന കോഹ്ലി. അവർ ഒരുമിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ മാച്ച് ഫിനിഷ് ചെയ്യുന്നു. പഴയ കാലത്തിലേക്കുള്ള ഒരു ടൈം ട്രാവൽ പോലെ. അതെ, റോക്കോ യുഗം അവസാനിച്ചിട്ടില്ല, അവസാനിക്കുമെന്ന് ആരും നനച്ചിരിക്കുകയും വേണ്ട. ഇരുവരും ആ 2027 ലോകകപ്പ് നേടിയിട്ട് കളം വിടും. വിമർശകർ വാഴും പൊത്തി നോക്കിയിരുന്നു. അവസാനിച്ചു എന്ന് വിധിയെഴുതി വിരമിക്കലിനായി കാത്തിരുന്നവർക്ക് തങ്ങളുടെ പ്രതാപകാലത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ച കട്ടക്കിലെ യുവരാജ് ധോണി സെഞ്ചുറി എനിക്കെന്നും പ്രിയപ്പെട്ട ക്രിക്കറ്റ് ഓർമ്മയാണ്.
കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഇതേ ചോദ്യത്തിന് എനിക്ക് രണ്ടുത്തരമുണ്ടാകും. ഒരു കാലത്ത് സെഞ്ചുറി കൂട്ടുകെട്ടുകൾ പതിവാക്കിയിരുന്ന ഈ രണ്ട് ചങ്ങാതിമാർ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അവരുടെ പഴയ കാലത്തിലേക്ക് നടന്നിറങ്ങിയ ഈ ദിവസം, ഞങ്ങൾ നിലയുറപ്പിക്കുന്ന ദിവസം, ഈ ടീമിനെ തോൽപ്പിക്കുവാൻ ലോകത്തൊരാൾക്കും കഴിയില്ലെന്ന് വീണ്ടും അവർ തെളിയിച്ച ഒരു ദിവസം. കഴിഞ്ഞുപോയ വർഷങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട റോക്കോ നിമിഷങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കൺമുന്നിൽ വീണ്ടും തെളിഞ്ഞ ഈ പകൽ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? എനിക്ക് എന്നല്ല, ഒരു ക്രിക്കറ്റ് ആരാധകനും മറക്കാൻ കഴിയില്ല. താങ്ക് യു ലെജൻസ്, ഞങ്ങൾക്കായി ഒരിക്കൽ കൂടി അവതരിച്ചതിന്.